ഞാൻ ഇതിൽ വരുന്നതിന് മുമ്പ് എൻ്റെക്ക് ഒരു ബക്കറ്റ് ഒരു കപ്പ് വെള്ളം തലയും വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനനുസരിച്ച് കിതപ്പും ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിലെ നടക്കുന്ന സമയത്ത് നിങ്ങൾ കളിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഇതിലേക്ക് കൂടി. ഒരു നാളിൻ്റെ ഇടയിൽ എനിക്ക് എന്തുണ്ട്, ഇന്ന് ആ ശ്വാസം മുട്ടൽ പരിപൂർണ്ണ നിലക്ക് എനിക്ക് എൻ്റെ അടുത്തുനിന്ന് അത് വിട്ടിട്ടുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലിലും കാര്യങ്ങളെല്ലാം കയറി, ഒരു മരുന്ന് കൊണ്ട് എന്തായിട്ടില്ല, ശ്വാസം മുട്ടൽ നിന്നിട്ടില്ല. അതുപോലെ കിതപ്പ്, ശ്വാസം മുട്ടൽ, ഈ രണ്ടും കൂടി ഒരു ജോലി 5 കിലോ ഒരു വെയിറ്റ് എടുക്കാൻ പറ്റാത്ത ഞാൻ ഇന്ന് 25 കിലോ വെയിറ്റ് എടുത്ത് ഞാൻ സർവീസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. കാരണം ആ 25 കിലോ എടുത്തിട്ട് എനിക്ക് ഒരു കിതപ്പോ കാര്യങ്ങളോ ഇല്ല. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ പരിപൂർണമായിട്ട് ആദ്യത്തെ അതേ രീതിയിലുള്ള ജോലി ചെയ്തുകൊണ്ട് വരുന്നതിന് എത്ര കോണി കയറിയാലും ഞാൻ പിടിച്ചിട്ട് ഇറങ്ങും. ഇപ്പോൾ പിടിച്ചിറങ്ങാതെ ഫ്രീ ആയിട്ട് ഇറങ്ങിക്കൊണ്ട് വരുന്നുണ്ട്, കയറും ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഇന്ന് ഇതിൽ വന്നിട്ടുള്ള അനുഭവം ഉള്ളത്. നിങ്ങൾ മുമ്പ് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് പറയോ? അത് ഞാനെന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ അസുഖം കൊണ്ട് ഈ ഇതിൻ്റെ രക്തക്കൊഴലിൽ ബ്ലോക്കുള്ള ആളായി. അത് 1-2 അല്ല, ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇപ്പോൾ അടുത്ത് ബേബിയിൽ കിടന്നപ്പോൾ എന്നോട് എന്ത് പറഞ്ഞു, നിങ്ങൾക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് സാറെന്ന് വെച്ച്. അല്ല നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാനിപ്പം അങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞു ബ്ലഡ് ബ്ലീഡിങ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ മുണ്ടിയില്ല. അതിൻ്റെ ശേഷം ആ രോഗമാണ് എനിക്കുള്ളത്. ഇതിൽ വന്നപ്പോൾ അതാണ് എനിക്ക് എന്താ പ്രത്യേകം എനിക്ക് മാറിക്കൊണ്ട് നിൽക്കുന്നത് ആ രോഗമാണ്. ഈ ബ്ലഡ് ബ്ലീഡിങ്ങാണ് കൂടുതൽ. ഇപ്പോൾ അതില്ല. ഇപ്പോൾ ഞാൻ പറയും 25 കിലോ വെയിറ്റ് എടുത്ത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. അതായത് 25 കിലോ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, അരിയും സാധനങ്ങളെല്ലാം കൊണ്ട് ഞാൻ നോക്കിയതാണ്, ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ എനിക്ക് കിതപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം 15 കിലോ എടുത്ത് പിന്നെ 25 കിലോ സാധനം പിടിച്ച് കുറച്ച് ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്ററോളം നടന്ന് അതിട്ട് ഒന്നും തന്നെ എനിക്ക് സംഭവിച്ചില്ല. വളരെ സുഖമാണ്, ഒരു കിതപ്പും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പേര് മുഹമ്മദ്, ബേപ്പൂർ സ്വദേശി. വയസ്സ് എനിക്ക് 64ആയി. നിങ്ങൾ ബേപ്പൂരിന്റെ പുറത്ത്, കേരളത്തിന്റെ പുറത്ത് എവിടെയും പോയിട്ടുണ്ടോ? എല്ലാ സ്ഥലത്തും പോകും. അതായത് ഞാൻ കൂടുതൽ പോക്ക് ഹൈദരാബാദ്, പിന്നെ ബോംബെ, അതുപോലെ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്തും കൊടുക്കണം. ഞാൻ ഇത് 2 മാസമായിട്ടുള്ളൂ ഞാൻ വരി തുടങ്ങിയിട്ട്. പക്ഷെ എങ്കിലും കൂടിയിട്ട് എൻ്റെ പല അസുഖങ്ങളും പല രൂപത്തിൽ എനിക്ക് മാറ്റങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ 3 വിരലിന് തരിപ്പായിരുന്നു 2-3 വർഷമായി. ആ വിരലിന് തരിപ്പ് ഇതോടുകൂടി അല്ലെന്നില്ല, സുഖമായി പരിപൂർണമായിട്ട് പോയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. എന്താ കാരണം? അത് കാരണം എനിക്കൊരു ഇവിടുത്തെ കളി കൊണ്ട് തന്നെ, അതാണ് അറിയണ്ടേ, മെക്സിനെ കൊണ്ട് തന്നെ സമാധാനം വന്നത്. വരുന്നതിന് മുമ്പ് എനിക്കൊരു എൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരുന്നു 2017. പിന്നെ 17ന്റെ ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രോക്കും വന്നു. ഇപ്പൊ വേറെ അസുഖങ്ങളൊന്നും ഇല്ല, കിടപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഇതിൽ വന്നപ്പം പരിപൂർണമായിട്ട് എല്ലാം മാറിയാണ്. ജയ്പൂരിന്റെ ഗ്ലാമർ താരം ബിച്ചുവിന്റെ പ്രകടനം നമുക്ക് കാണണ്ടേ? വരട്ടെ. ബിച്ചുഭായി പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെയായിട്ടാണ് വീക്ഷിക്കുന്നത്. അടുത്ത് കണ്ടിന്യൂ. That's what? Up. 2. Up. 3. That's 1. What? 2.
Up. ഇത് ഒരു കൈ കൊടുക്കേണ്ട കാര്യം തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. Start 1. Up. 2. Up. 1. 2. Up. പ്രേക്ഷകർക്ക് ഒന്ന് പേര് പറയണം. അബ്ദുൾ റസാഖ് 64 Up. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. എനിക്കൊരു ഭയം ഇങ്ങനെ നോമ്പിന് തുടങ്ങിയാലും, പക്ഷേ നോമ്പിന് അതിന് ശേഷം ഞാൻ 2 തൊട്ടിട്ട് ഇങ്ങനെ ഇപ്പം 4ആയില്ലേ. അപ്പോൾ വളരെ ഉന്മേഷമുണ്ട്. കാരണം അത് വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ ആ ഒരു ക്ഷീണം ഉണ്ടല്ലോ, അതൊന്നും അറിയില്ല. വളരെ ഹാപ്പി ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട് അന്നത്തെ ദിവസം ഒരു ഊർജ്ജം ഉണ്ടാവും. ഇവിടെ ഒരു അരമണിക്കൂർ ചിലവഴിച്ചിട്ട് ഇങ്ങനെ നടന്നാൽ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ നോമ്പിന് നമ്മളെ ഭക്ഷണ രീതി ഒന്നും ക്രമപ്പെടുത്തുക, ഈ വ്യായാമങ്ങൾ ഇതെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങൾ കുറേ വരാനുണ്ട്. ആളുകൾക്ക് റംസാനിൽ മെക്സവൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞത് കേട്ട പ്രകാരം ദാഹം വരുന്നതാണ് വൈകിട്ട് വരെ. അപ്പോൾ അങ്ങനെ വല്ല പ്രയാസം വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും വന്നില്ല. അത് അങ്ങനെ തോന്നുന്നു മനസ്സിൽ, പക്ഷേ അങ്ങനെ യാതൊരു പ്രയാസം ഇതുവരെ ഒന്നുമില്ല. നല്ല ഒരു ഉന്മേഷമാണുള്ളത്. റംസാനായി വെച്ചിട്ട് നമ്മളെ കളിയിൽ യാതൊരു ബുദ്ധിമുട്ടും വിഷമമൊന്നുമില്ല. ആർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ സംശയങ്ങളാണ്. നമ്മൾ മുന്നോട്ട് വരിക. മെക്സവന്റെ ക്യാമറമാൻ നമുക്ക് വേണ്ടിയിട്ട് ഇതാ മെക്സവനെ പറ്റിയ 1-2 വ്യായാമം ചെയ്യാൻ പോവാണ്. സാധാരണയായിട്ട് എനിക്ക് ബാക്ക് പെയിൻ ഒരു പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഹിപ്പ് റൊട്ടേഷന് നമ്മളെ മെക്സവന്റെ ലേശം ചേഞ്ച്, കാരണം എനിക്ക് ബാക്ക് പെയിൻ ബാലൻസ് ചെയ്യണമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യാറ് ഇങ്ങനെയാണ്. ശരിക്കും ആവശ്യം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിനാണ് ഇഷ്യൂ. അപ്പോൾ കാലും ഷോൾഡറും ഇളകാതെ ബാക്ക് മാത്രമാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറ്. മെക്സവനായിട്ട് ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്, കാരണം എൻ്റെ ആരോഗ്യം ഞാൻ ശ്രദ്ധിച്ച് ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ, ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി. 1, 2, 3, 4 ഇതാണ് ചെയ്യാനുള്ളത്. അല്ലാതെ മൊത്തം ഇങ്ങനെ അല്ല തലയിലടക്കം പോവാൻ. ഇങ്ങനെ നോക്കുക. 1, 2 ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡി സ്ട്രൈറ്റ് ആയി കാണാണ്ട് ബാലൻസ് ചെയ്യാൻ ഈ ഒരു പിടുത്തം. ഇതിൽ നമ്മൾ ഈ സ്ട്രീറ്റ് സർക്കസ് കളിക്കുന്ന ആളുണ്ടല്ലോ, കയർമേ പോകുമ്പോൾ വടി പിടിച്ചിട്ട്, വടിയാണ് ഒരു ബാലൻസ്. നമ്മൾ ഈ റൊട്ടേഷനിലുള്ള ബാലൻസ് നമ്മൾ ഈ ഹിപ്പിൽ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ കാലും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും സ്ട്രൈറ്റ് ആണ്, ഇളകാൻ പാടില്ല. നമുക്ക് എന്താ ഇളകേണ്ട സാധനം? ഊര മാത്രം. അതേസമയം ഇങ്ങനെ ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊരിൻ്റെ എഫക്റ്റ് കിട്ടൂലെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് ശരിയോ തെറ്റല്ല, ഞാൻ മനസ്സിലാക്കിയപ്പോൾ എന്നോട് മുമ്പുള്ള പ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതിൽ മാത്രമല്ല കേട്ടോ, ഈ കൈ വെക്കുന്നത് എല്ലാത്തിനും ഇതും ഈടും ബാലൻസ് കൈയ്യിട്ടുണ്ട്. തല കറക്കണതും അപ്പൊ ഇവിടെ കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ വെക്കാൻ പറഞ്ഞാണ്. മറ്റേ ഇങ്ങനെ കളിച്ചോ, ഇങ്ങനെ കൈകൊണ്ട് കളിക്കില്ല നമ്മള് കളി. അപ്പൊ ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൊട്ടേഷൻ ആക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ചിലത് തല പിന്നി പോകും. ഇത് സാധാരണ നിലയിൽ നമ്മളിത് മെക്സവൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രൂപ്പായിട്ട് ഇതിപ്പോൾ എക്സസൈസ് ചെയ്തതിൽ വളരെ കുറച്ച് ആളുകളാണ്, ഒരു അരമണിക്കൂർ ഇവിടെ നിൽക്കും. ഇതുമാതിരിയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യുന്ന നമ്മുടെ ബിച്ചുക്കൻ്റെ 1-2 കാര്യങ്ങൾ കാണിച്ചു തരും. ഇത് മെക്സവനുള്ളതല്ല, അത് വിചാരിച്ച് ആരും തെറ്റിദ്ധരിക്കും വേണ്ട. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യും. 10 പ്രാവശ്യം ഇങ്ങോട്ട് അടിക്കൂ, 10 പ്രാവശ്യം അവിടെ അടിക്കൂ. അതൊക്കെ കുറെ എക്സസൈസിന്റെ ഭാഗമാണ്. പിന്നെ അടുത്ത് ചൈനക്കാരെ എക്സസൈസ് ഇട്ടാണ് നമുക്ക്
എക്സസൈസ് മാക്സവനായിട്ട് ബന്ധമില്ല. ഈ ബിച്ചുഭായ് കൊല്ലങ്ങളായിട്ട് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മാക്സവന് വന്നതിന് ശേഷം അതും കൂടി ആഡ് ചെയ്ത്. പക്ഷേ ഇത് ഈ എക്സസൈസ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞിട്ടോ? ഇതൊക്കെ നമ്മുടെ ശരീരം മൊത്തം പിന്നെ എന്താ പറയാ, നല്ല പവറാണ്, മസിലൊക്കെ പവർ വരും. മാത്രമല്ല 4 ആള് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസിന്റെ വലിയൊരു ഫീലാണ് അല്ലേ? ഡാൻസ് ആണ്, ഡാൻസ് അല്ല, ഇത് പല രൂപത്തിൽ ചെയ്യാം. കാണുമ്പോൾ ഡാൻസ് ആയി തോന്നും, പക്ഷെ ഡാൻസ് അല്ലത്. ഇത് നമ്മളെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പോകുന്ന അതേമാതിരി തരിപ്പ് പോകും. ഇവിടെ അടിക്കാം, അത് കഴിഞ്ഞിട്ട് ഇവിടെ അടിക്കാം 10 പ്രാവശ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം ഇവിടെ അടിക്കാം. ഈ 10 എന്നുള്ള കൂടിയാലോ കുറഞ്ഞാലോ വല്ല പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, കൂട്ടണേ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൂട്ടണേ കൂട്ടാം. പിന്നെ ആ മരുന്നാ